നമസ്കാരം, ട്രാവൽ വിത്ത് ശ്യാമിലേക്ക് സ്വാഗതം. ഇന്ന് ബിംബ്രയുടെ ഒരു റൂഫ് റാക്ക് വന്നിട്ടുണ്ട്. ജിംനിയിലേക്ക് അത് പിടിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ആമസോണിൽ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് റൂഫ് റാക്ക്. ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കാനുള്ള ഒരു റാക്കാണ്. നോർമൽ ഓഫ് റോഡ് യാത്രകളിലും കുറച്ച് ക്യാമ്പിങ്ങിലൊക്കെ ഉൾപ്പെടെയുള്ള കാര്യത്തിന് കുറച്ചുകൂടെ സൗകര്യമായിട്ട് വാഹനം ഉപയോഗിക്കാൻ വേണ്ടിയാണ് റൂഫ് റാക്ക് പ്ലാൻ ചെയ്യുന്നത്. അല്ല വലിയ ലഗേജ് വെച്ച് കെട്ടാനുള്ള പ്ലാനൊന്നുമില്ല. 2 പാക്കായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം എടുത്തു, ഓർഡർ ചെയ്തിട്ട് വരാൻ വേണ്ടി കുറച്ച് ദിവസം എടുത്തു. ഒരു 15 ദിവസത്തിന് മേളിൽ എടുത്തിരുന്നു റൂഫ് റാക്കിന് മൊത്തമായിട്ട്. ഇനി ഇതൊന്ന് അഴിച്ച് ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കി ഇതിനകത്ത് സ്വയം അത് പിടിപ്പിക്കാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തുകയാണ്. രക്ഷയില്ലെങ്കിൽ പ്രൊഫഷണൽസിനെ കൊണ്ട് പിടിപ്പിക്കാം, നോക്കട്ടെ. അൺബോക്സിങ്ങിൻ്റെ ആദ്യ ഭാഗം കുഴപ്പമില്ല, കാരണം ഒറ്റ യൂണിറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പൗഡർ കോഡഡൊക്കെയാണ്, ഫിനിഷ്ഡാണ്, പ്രത്യേകിച്ച് സ്ക്രാച്ചസ് ഒന്നുമില്ല. എന്തായാലും ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്ത് എടുത്തിട്ടുണ്ടാ തുടങ്ങിയത്. ഇനി ബാക്കിയുള്ള യൂണിറ്റുകൾ എടുത്ത് നോക്കിയിട്ട് ഇതെങ്ങനെ പിടിപ്പിക്കുമെന്ന് നോക്കാം. ഇത് കുറച്ചുണ്ട്, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇതെല്ലാം പുറത്തിട്ടിട്ട് എങ്ങനെ എങ്ങോട്ടൊക്കെ പിടിപ്പിക്കണമെന്നൊക്കെ കണ്ടുപിടിക്കണം. എളുപ്പമുള്ള പണിയൊന്നും തുടങ്ങിയതാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം എങ്ങനെയാണ് ഈ സാധനം പിടിപ്പിക്കുന്നതൊക്കെ ഒരു ധാരണയുണ്ടാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടെല്ലാം പിടിപ്പിച്ചു വെച്ചു. ഇനി ബാക്കി ഇത് വണ്ടിയിലോട്ട് പിടിപ്പിക്കുന്ന പണിയേ ഉള്ളൂ. ഈ ഹിഞ്ചസും സാധനങ്ങളും എല്ലാം പിടിപ്പിച്ചു. ഓൾമോസ്റ്റ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ പ്രീ ഫാബ്രിക്കേറ്റഡ് ആണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൂടെ ഒരു ഡയഗ്രം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്തെടുക്കേണ്ട ഒരു ഇത് വന്നു. അതിനുവേണ്ടി ആ സമയം എടുത്തത്. ഇനി ഒരെണ്ണം പിടിപ്പിക്കണമെങ്കിൽ എളുപ്പം സാധിക്കും. അപ്പോൾ വണ്ടി കിടപ്പുണ്ട്. വണ്ടിയുടെ പുറത്തോട്ട് ഇതെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആൾ വേണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് 2 സൈഡിൽ നിന്ന് പറ്റുമെങ്കിൽ 2, 3, 4 പേരുണ്ടെങ്കിലാണ് നല്ലത്. മിനിമം 2 പേരെങ്കിലും ഇല്ലാതെ ഈ പണി ചെയ്താൽ ഇതിൻ്റെ പുറത്തോട്ട്, വണ്ടിയുടെ പുറത്തോട്ട് തന്നെ ഈ സാധനമെല്ലാം ഉരുണ്ട് വീഴുകയും പെയിൻറ്റ് പോവുകയൊക്കെ ചെയ്യും. റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ആരെങ്കിലും ഒരാളെ സംഘടിപ്പിച്ചിട്ട് അതിന് പുള്ളിയോടൊപ്പം ചെയ്ത് ഇതെടുത്ത് വെച്ച് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വെച്ചു. ഇതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ 2 പ്രശ്നമാണ്. ഒന്ന്, സ്വന്തമായിട്ട് ചെയ്യാനുള്ള സന്തോഷത്തിൻ്റെ പുറത്ത് ഒന്ന് നോക്കുന്നു. രണ്ടാമത്തെ മെയിൻ കാര്യം, ഇത് കൊണ്ടുപോകണമെങ്കിൽ ഈ വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. മറ്റെന്ത് സാധനവും വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് പോകാമായിരുന്നു. ഇത് ക്യാരിയറായി പോയില്ലേ, ഇതെവിടെ നിന്ന് വെച്ചിട്ട് പോകാനാണ്. അപ്പോൾ വേറൊരു പെട്ടിയോട്ടം വിളിച്ച് ആദ്യം വർക്ക്ഷോപ്പിൽ എത്തിക്കണം. അതിൻ്റെ പുറകെ ഈ വണ്ടി കൊണ്ടുചെല്ലണം. ആലോചിക്കാഞ്ഞിട്ടാണ് കൊറിയർ വന്നപ്പോൾ നേരിട്ട് അവരോട് ഒരു കാർ ആക്സറി ഷോപ്പിലോട്ട് നേരിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പണി എളുപ്പമുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്തിട്ടിരിക്കുന്നു. നോക്കാം, ഇനി നാളെ കാണാം. നാളെ ഇതിൻ്റെ ബാക്കി പരിപാടി പിടിപ്പിച്ചിട്ട് വണ്ടിയുടെ അവസ്ഥ കാണിക്കാം. ശരി. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഏകദേശം കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് എല്ലാം പിടിപ്പിച്ചു. അതിൻ്റെ നീളമെല്ലാം കറക്റ്റ് അളന്നൊക്കെ വെച്ചിരിക്കുകയാണ്. ആയിട്ടൊരു റബ്ബർ ബുഷുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ അഡീഷണലായിട്ട് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയുള്ളൊരു റബ്ബർ ബുഷുണ്ട്. അപ്പോൾ ഈ റബ്ബർ ബുഷ് കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെയും മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുമെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 പൈപ്പുകൾ ചേരുന്ന ഭാഗത്തിൻ്റെ അവിടെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ന മട്ടിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമുണ്ട്. ഭംഗിയാണോ അല്ലേ എന്നുള്ളതൊക്കെ അത് പിടിപ്പിച്ചിട്ട് നോക്കാം. എന്തായാലും ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് എടുത്ത് പൊക്കി ഈ വണ്ടിയുടെ പുറത്ത് വെക്കാൻ പറ്റില്ല. വെയ്റ്റിൻ്റെ മാത്രമല്ല പ്രശ്നം, അതൊരു ബാലൻസിൻ്റെയാണ്. കാരണം 2 സൈഡിൽ നിന്നും പിടിച്ച് ഒരേപോലെ പൊക്കി കറക്റ്റ് വെച്ചില്ലെങ്കിൽ വണ്ടിയുടെ പെയിൻറ്റ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ പതിയെ ഒരാളുടെ കൂടെ സപ്പോർട്ട് കിട്ടിയിട്ട് വെക്കാം എന്ന് വെച്ചാണ്. സപ്പോർട്ടിൻ്റെ ഇല്ലായിരുന്നു ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ ഞാനത് പിടിപ്പിച്ചേനെ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളുടെ കൂടെ സപ്പോർട്ട് കിട്ടിയിട്ട് അത് പതിയെ എടുത്ത് വെക്കാമെന്ന് വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് വെക്കണം. പിന്നെ അതിന് അഡീഷണൽ കുറച്ച് ബ്രാക്കറ്റുകളുണ്ട്. ആ ബ്രാക്കറ്റൂടെ പിടിപ്പിച്ച് കറക്റ്റാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ ഇനി വീഡിയോ ഇടാം. അതാണ് നല്ലത്. അത്യാവശ്യം ഇതിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പണിയായിരുന്നു, വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് 2 പേര് ചേർന്ന് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പേ ആയുള്ളൂ. ഇതിൻ്റെ അലൈൻമെൻറ്റാണ് ഇതിൽ കൂടുതൽ സമയം എടുക്കുന്ന പരിപാടി. അപ്പോൾ ഈ ഒരു സാധനം കൃത്യമായിട്ട് ഈ ഒരു ചാനലിൽ വരുന്ന രീതിയിൽ അലൈൻ ചെയ്തെടുക്കുക, അതിനനുസരിച്ച് സ്ക്രൂ ചെയ്യുക, അതിനുശേഷം മാത്രം റബ്ബർ ബുഷ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രയൽ ആൻഡ് എററിൽ നിന്ന് പഠിച്ചു. ട്രയൽ ആൻഡ് എററിന് നല്ല ചിലവായിരുന്നു. സമയത്തിൻ്റെ ചിലവ്, മെനക്കേടിൻ്റെ ചിലവ്, വെയിലത്ത് പണിയെടുക്കുന്നതിൻ്റെ ചിലവ്.
സാരമില്ല, എന്തായാലും അത് സ്വയം ചെയ്യാൻ പറ്റി തീർന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കുന്ന പരിപാടിയാണെങ്കിലും നമുക്കത് കുഴപ്പമില്ല. എന്തായാലും സ്വയം ചെയ്യാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. മൊത്തമായി പൂർണ്ണമായ രീതിയിൽ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ അടക്കം വീഡിയോ കാണിക്കാനുള്ള പരിമിതി സ്വയം ചെയ്യുന്നതുകൊണ്ടാണ്. ആ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പുറകിൽ കുഞ്ഞ് ലാഡറൂടെ പിടിപ്പിക്കണം. ചവിട്ടി കയറുന്ന വലിയ ഫുൾ ഫ്ലജ് ലാഡറല്ല, ഒരു ചെറിയ ലാഡർ. എന്തായാലും എൻ്റെ പുറത്തോട്ട് കയറണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ആക്സറി ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ക്യൂബിക്സ് എന്ന ആക്സറി ഷോപ്പിൽ വന്നതാണ്. റൂഫ് റാക്ക് പൂർണ്ണമായി പിടിപ്പിച്ച ശേഷമുള്ള ഫൈനൽ റിസൾട്ടാണിത്. ഞാൻ ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റ് പിടിപ്പിക്കണോ വേണ്ടോ എന്നുള്ള രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലും ഇലകളൊക്കെ തട്ടുമ്പോൾ അതിനകത്ത് കുരുങ്ങാനുള്ള ചാൻസ് ഉൾപ്പെടെയുള്ളത് കുറയ്ക്കാൻ അത് നല്ലതാണെന്ന് തോന്നി. ബിംബ്ര എന്ന ബ്രാൻഡിങ് അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ, നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇതിൻ്റെ രണ്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ അഭംഗി കുറയ്ക്കാൻ വേണ്ടി ഒരു ഭാഗം പ്ലാസ്റ്റിക് തന്നിട്ടുണ്ട്. അതെല്ലാം കണക്ട് ചെയ്തു. മെയിനായിട്ട് ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന സ്ക്രൂസൊക്കെ മറിഞ്ഞിരിക്കാവുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തത് ഫൈനലായിട്ടെല്ലാം കണക്ട് ചെയ്ത ശേഷമാണ് പിടിപ്പിച്ചത്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഫൈനൽ രൂപം. കുഴപ്പമില്ല. ബലമൊക്കെ ഒന്ന് അമർത്തി സ്ക്രൂ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും കാർ ആക്സറി ഷോപ്പിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരെ കൊണ്ട് തന്നെ ഒന്ന് ഫൈനൽ ടെസ്റ്റ് ചെയ്യിച്ചു. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പുറത്തൊക്കെ ഒരാളെ കയറി നോക്കി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്ത് ആളെ കയറണമെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പിടിപ്പിക്കണമല്ലോ. പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഫുൾ ലാഡർ പിടിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ പുറകുവശത്തെ ഏരിയ നല്ലവണ്ണം മറയും. പിന്നെ അത് വൃത്തിയാക്കാൻ ഉൾപ്പെടെയുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ഒതുക്കമുള്ള ഒരു ലാഡറാണ് ഞാൻ പിടിപ്പിച്ചത്. പൂർണ്ണമായിട്ടുള്ള ലാഡറിന് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പിടിച്ച് കയറാനൊക്കെ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. അപ്പോൾ എങ്കിലും ഇതാണ് ഞാൻ പ്രിഫർ ചെയ്ത സാധനം. കാണിച്ചു തരാം. ഇതിനകത്ത് 2 ഭാഗമുണ്ട്. 1, 2. ഇത് ഗ്രിപ്പുള്ള ഒരു ഭാഗമാണ്. ഗ്രിപ്പെന്ന് പറയുമ്പോൾ ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പില്ലാതെ ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടാവും. കാല് നല്ലവണ്ണം വേദനിക്കും. ആ രീതിയിൽ ഇച്ചിരി ഷാർപ്പാണ് ഇവിടെ. ഷാർപ്പെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് നല്ല ഗ്രിപ്പിന് വേണ്ടി അവർ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ബലമുണ്ട്. ഞാൻ കയറി ഇതിൻ്റെ പുറത്ത് കയറാൻ കുഴപ്പമില്ല. ഇറങ്ങുമ്പോഴുള്ള രീതി ഒന്ന് ശീലിക്കേണ്ടി വരും. സാധാരണ പടി കയറുന്ന പോലല്ല, ഒന്ന് ശീലിക്കേണ്ടി വരും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫൈനൽ രൂപത്തിലായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഘട്ടങ്ങൾ എന്ന മട്ടിലൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ഇത് കണക്ട് ചെയ്ത ശേഷമുള്ള ഫൈനൽ റിസൾട്ട്. സ്വയം ചെയ്തുകൊണ്ട് ഒരു ദിവസത്തേക്കാൾ കൂടുതൽ സമയമെടുത്തു പല സമയത്തായിട്ട് ഇത് ചെയ്യാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസമൊന്നും എടുക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് മറ്റ് എന്തെങ്കിലും ആക്സറീസൊക്കെ ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റും. ജെറി ക്യാനുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ പൊതഞ്ഞു പോയാൽ വലിച്ചെടുക്കാനുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫങ്ഷണാലിറ്റിക്ക് വേണ്ടിയും പിന്നെ വണ്ടിക്കൊരു ഭംഗിക്ക് വേണ്ടിയും വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്തായാലും ഈ കാര്യങ്ങളുടെ അഭിപ്രായം, ഇതിനു മുമ്പത്തെ ലുക്സുമായിട്ട് ഇതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്ജക്റ്റീവ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ആ വിഷയത്തിലുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.